സിറാത്ത് പാല ഓർത്ത് കരയുള്ളൂ, മീസാൻ ഓർത്ത് കരയുള്ളൂ. നമ്മുടെയൊക്കെ മീസാന് കനം തൂങ്ങാൻ പറ്റുന്നതാണോ? നമ്മുടെ നന്മക്ക് ഭാരമുണ്ടാവുമോ എന്നൊക്കെ നമ്മൾക്ക് എപ്പോഴും പേടിയുണ്ടാവണം. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്, കള്ളത്തൊരീക്കത്തിനെ മുഴുവനും അടിച്ചൊതുക്കുന്ന ഒരു ഗ്രന്ഥം. പുതിയ കാലം മുഴുവൻ വാദങ്ങളെയും നോക്കിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാൻ. ആ കിതാബിന്റെ പേരാണ് ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ. ആ കിതാബിൽ കാണാം, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്റെ നന്മയുടെ തട്ട് ഭാരം ആവൂല എന്നാ ചിന്തിക്കേണ്ടത്. നമ്മുടെ നന്മയുടെ തട്ട് എങ്ങനെയാ ഭാരം ആവുക? അപ്പുറം തിന്മന്റെ തട്ട് ഇല്ലാതിരിക്കണ്ട, നല്ല ഈ തട്ട് ഭാരാവുക. അവിടെ ഇഷ്ടം പോലെ തിന്മണ്ടല്ലോ. നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയോ? എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട് നന്മ സ്വീകരിക്കാൻ? ഒരു തെറ്റ് സ്വീകരിക്കാൻ ഒരു കണ്ടീഷനും ഇല്ല. കിബിലക്ക് മുന്നിടണം ഉണ്ടോ? സമയമാവണം ഉണ്ടോ? നിയ്യത്ത് വെക്കണം ഉണ്ടോ? ഇഖ്ലാസ് വേണം തെറ്റ് ചെയ്യുമ്പോ ഉണ്ടോ? ഒരു തെറ്റിനും ഒരു കണ്ടീഷൻ ഇല്ല സ്വീകരിക്കാൻ. നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റും സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഉറപ്പാണ്. ജീവിതത്തിൽ ചെയ്ത നന്മകൾ സ്വീകരിച്ചോ എന്ന് നമുക്കറിയില്ല. എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. ഗീബത്ത് പറഞ്ഞ ദിവസം ചെയ്ത ഒരു നന്മയും സ്വീകരിക്കില്ല. നമീമത്ത് പറഞ്ഞ ദിവസം ചെയ്ത ഒരു നന്മയും സ്വീകരിക്കില്ല. കുടുംബ ബന്ധം മുറിച്ചവന്റെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല. അതേത് ലൈലത്തുൽ ഖദർ ആയാലും, ഏത് റമദാൻ ആയാലും, ഏത് ബറാഅത്ത് രാവായാലും സ്വീകരിക്കൂല. ഇനി ഇതൊന്നും പറയാത്ത, ഈ തെറ്റൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഒരാൾ ചെയ്തു എന്ന് കരുതുക, നന്മ ചെയ്തു എന്ന് കരുതുക. ഈ നന്മ ഗീബത്ത് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ളതാണ്, നമീമത്ത് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ളതാണ്, കടം വാങ്ങിയവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി അതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. എന്നാൽ ഒന്നാം ആകാശത്ത് ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ ഒരു മലക്കിന്റെ ചെക്കിംഗ് ഉണ്ട്. ഇഖ്ലാസ് ഉണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ? ഈ ചെക്കിങ്ങിൽ നമ്മൾ പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സൂറത്തു ത്വാഹ പാരായണം ചെയ്ത് കഴിഞ്ഞ ഒരാൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അതാ മലക്കിനെ സ്വപ്നം കാണുകയാണ്. ത്വാഹ സൂറത്ത് എഴുതിയത്. ഈ ത്വാഹ സൂറത്തിന്റെ താഴെ 10 10 10 10 എന്ന കൂലി നമ്മൾ ചരിത്രം പറഞ്ഞതാണ്. ഒരു വരിയുടെ താഴെ, 2 വരിയുടെ താഴെ ഈ 10ന്റെ കൂലി കാണാത്തപ്പം ചോദിച്ചപ്പം പറഞ്ഞല്ലോ, എന്താണ് കാരണം? നീ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിന്റെ പുറത്തൂടെ ഒരാൾ നടന്നു പോകുന്നത് ജനലിലൂടെ, അതിന്റെ നിഴല് കണ്ടപ്പോൾ നീ ശബ്ദം കുറച്ച് കൂട്ടി. എന്തിന്? നീ ഖുർആൻ ഓതുകയാണെന്ന് അറിയിക്കാൻ. ആ 2 വരി ബാത്തിലായിട്ടുണ്ട്. ആരെയും കാണിക്കാനല്ല, ആരെയും കാണിക്കാനല്ല. ഒറ്റക്ക് നിസ്കരിക്കുന്നു. ഇശാ ഫാത്തിഹ ഓതി, സൂറത്തില്ല, റുക്കും സുജൂദൊക്കെ ചെയ്ത് 2ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റപ്പോൾ ആരോ വന്ന് തോണ്ടി. മഅ്മൂമായ നമ്മൾ ഇമാമായി. അപ്പോഴാണ് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു അലം തർഗീഫ് ഓതും. അതിനെ ഒന്ന് ബേക്കിൽ ആളുള്ളതുകൊണ്ട്, എന്നിട്ട് 1ാമത്തേൽ ഓതാന് ബേക്കിൽ ആളില്ല. നീ ആർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു എന്നാ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്? മുമ്പിലുള്ള ലില്ലാഹി, അള്ളാഹുവിന്. എന്നിട്ടോ മോനെ പോസ്റ്റർ ഒട്ടിക്കുന്നു, നോട്ടീസ് ഒട്ടിക്കുന്നു. അപ്പൊ ജില്ലാ ലീഡേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോ ഭയങ്കര സന്തോഷം. അവര് നമ്മളെ കണ്ടയില് എന്തേ? നമ്മള് മഗ്‌രിബിനെ ഉണ്ട്. നിന്നെ ജനിക്കുന്നതിന് മുമ്പ് എന്നെ കണ്ടു തുടങ്ങിയ അള്ളാഹു കാണുന്നതിൽ എന്താ ഈ ഹാപ്പി ഇല്ലാത്തത്? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ലാ തഖറബ മിൻ ഇലാഹിക ദിൽ കിലാ ലാ തഖ്സിദൻ മഅഹു ഇലാ അർദിദ് ദുനാ കസനാഇഹിം ഔ നഹ്വി ദാക തവസ്സുല. വ്യൂവേഴ്സ് കൂടാനല്ല, സബ്സ്ക്രിപ്ഷൻ കൂടാനല്ല, കമന്റ് ബോക്സിൽ പോസിറ്റീവ് സ്റ്റോക്ക് കിട്ടാനല്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കിബർ ഉണ്ടാവില്ല. എന്താ ഈ കിബർ എന്ന് പറഞ്ഞാൽ? ബാക്കിയുള്ള ആളെ നിസ്സാരാക്കുക. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് എപ്പോഴാ കിബർ ഇല്ലാതിരിക്കുക? അതിന് മഹാന്റെ മറുപടി, ലോകത്തുള്ള ഏതൊരാളും എന്നെക്കാൾ മുകളിലാണ് എന്നൊരാൾ ചിന്തിക്കുമ്പോഴാണ് അയാൾക്ക് കിബർ ഇല്ലാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും തരംതാണ മനുഷ്യൻ ഞാനാണ് എന്ന് ഒരാൾ സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അയാൾക്ക് കിബർ ഇല്ലാതിരിക്കുക. ആരെ കണ്ടാലും ഇയാൾ ആഖിറത്തിൽ രക്ഷപ്പെടും, ഞാൻ പരാജയപ്പെടും എന്നുള്ളിൽ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോഴവരൊക്കെ കിബർ ഇല്ലാതിരിക്കുക എന്ന് സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കിബർ എന്ന അധ്യായത്തിൽ ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് അസ്നൽ മത്വാലിബ് ഫി സുലത്തുൽ അഖാരിബ് എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നു, 4 കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ മതി എനിക്ക് കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ. ഈ 4 മത്സരത്തിൽ നീ ജയിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിനക്ക് കിബർ ഇല്ല.
കിബറുള്ളവർക്ക് പൊതുവെ ഞാൻ എന്ന വാക്ക് കൂടിക്കൊണ്ടിരിക്കും. ഞാനില്ലായിരുന്നു അവിടെ, മീറ്റിങ്ങിന് ഞാനില്ലാണ്ടായി പോയി, ഭാര്യനോട് എൻ്റെ ശരിക്കുള്ള മുഖം നീ കാണാത്തുണ്ടെന്ന് അങ്ങനെയായിട്ട് ചെയ്തിരുന്ന എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൂപ്പരിക്ക് കിബറുള്ള ആൾക്ക്. എനിക്ക് പിന്നെ പൊതുവെ അത് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തിനിപ്പോ ഒരാൾ കിബർ ഉണ്ടാവേണ്ടത്? ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയാണ് നമ്മളെല്ലാവരും. മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഡെഡ് ബോഡി നമ്മുടെ മനുഷ്യൻ്റെ. ജീവിക്കുന്ന കാലത്ത് കാഷ്ടം, മൂത്രം, രക്തം, കഫം, ചലം ഇതൊക്കെ പേർന്ന കാട്ടം കോരികളാണ് നമ്മൾ. പിന്നെ എന്തിനിപ്പോ കിബർ? നമ്മൾ ഇന്നലെ തിന്ന അൽഫാമോ ഡ്രൈ ചിക്കനോ ബാക്കിയായിട്ട് പല്ലിന്റെ ഇടയിൽ ബാക്കിയായാൽ ഇന്ന് അത് മണപ്പിച്ച് നോക്കിയാൽ മിക്കവാറും നമ്മളെ ബോധം തന്നെ പോകും. ഉറങ്ങിയെണീറ്റാൽ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല നോമ്പുകാരൻ. ഇല്ല തയ്യാറ പകർച്ചയായാൽ ഒഴികെ. പകർച്ചയായാൽ നമ്മളെ വായി അത്രയും ദുർഗന്ധമായിരിക്കും. പിന്നെ എന്തിനിപ്പോ കിബർ? എന്തിനിപ്പോ കിബർ? കിബർ ഉണ്ടാണെങ്കിൽ എന്തൊക്കെ നമുക്ക് ഉണ്ടാണ്ടേ? അതിലെന്തിപ്പോ ഉള്ളത്? എന്തിപ്പോ ഉള്ളത്? പണത്തിന് അല്ലാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അതിലിപ്പോ എന്തിനാ കിബർ? ഇൽമിന്റെ പേരിലാണോ കിബർ? അത് നീ നടന്നിട്ട് പോകുമ്പോ പെട്ടെന്ന് തെങ്ങുന്ന ഒരു തേങ്ങ വീണിട്ട് ബോധം പോയി ബുദ്ധിയും പോയാ പിന്നെ നീ മണ്ടനായില്ലേ, തീർന്നില്ലേ? എന്തിപ്പോ കിബർ? എന്തിനപ്പോ കിബർ? എന്തുണ്ട് കരുതിയിട്ട? ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഇബ്നു സമാഖ് റളിയല്ലാഹു അൻഹു എന്ന സൂഫി പണ്ഡിതൻ വന്നു. മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഹാറൂൺ റഷീദിനോട് ചോദിച്ചു, ഈ വെള്ളത്തിന്റെ വില നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. വെള്ളത്തിന്റെ വില? ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില എന്താണ് നിങ്ങൾ ചോദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാം. ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ദാഹം, കലശമായ ദാഹം ഉണ്ടായി. ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോൾ നിങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു സ്ഥലത്തും വെള്ളമില്ല. എല്ലായിടത്തും വെള്ളത്തിന് വേണ്ടി പരിധി ഇല്ല. ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. പല സ്ഥലത്തും പോയിട്ട് വെള്ളത്തിന് അന്വേഷിച്ചു, കിട്ടാനില്ല. നിങ്ങളുടെ രാജ്യം മുഴുവനും വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ചു, കിട്ടാനില്ല. നിങ്ങൾ തൊണ്ട വറ്റി ഇപ്പം മരിക്കും എന്നൊരു നിമിഷത്തിലേക്ക് നിങ്ങൾ എത്തി. ഇപ്പൊ നിങ്ങൾ മരിക്കും എന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പം മരിക്കാൻ പോവാണ് എന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ എത്തി. വെള്ളം കിട്ടാത്തതിന്റെ അമർഷം നിങ്ങൾക്കുണ്ട്. ആരോട് തീർക്കാൻ? ആരെടുത്ത് വെള്ളമില്ല. തൊണ്ട പൊട്ടിയിട്ട് നിങ്ങൾ മരിക്കാനായ ഘട്ടം എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരാം, വേണമെങ്കിൽ കുറെ വെള്ളം തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയാം? കണ്ടീഷൻ നിങ്ങളുടെ രാജ്യത്തിന്റെ പകുതി ഭാഗം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഇബ്നു സമാഖ് റളിയല്ലാഹു അൻഹു ഈ ഉദാഹരണം മുന്നിൽ വെച്ചിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നതിന് നിങ്ങളെ വിശാലമായ സാമ്രാജ്യം പകുതി അയാൾക്ക് കൊടുക്കുമോന്ന് ചോദിച്ചു. ഹാറൂൺ റഷീദ് പറഞ്ഞു, കൊടുക്കും. അവിടെ വെള്ളത്തിനാണല്ലോ വില, വെള്ളത്തിനാണല്ലോ വില, കൊടുക്കുന്നു. എന്നാ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി. ആരൊക്കെയോ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി മൂത്രം പോകുന്നു. കുറേ വെള്ളം കുടിപ്പിച്ച് നിങ്ങളെ വയറൊക്കെ വീർത്തു. നിങ്ങളാണെങ്കിൽ വേദന കൊണ്ട് പെടക്കാണ്. ഒരു തുള്ളി മൂത്രം ഓടില്ല. 100 കണക്കിന് തവണ ടോയ്ലറ്റിൽ യൂറിന് വേണ്ടി പോകുന്നില്ല. ഇനി ആരെങ്കിലും എന്നോട് വെള്ളം കുടിക്കാൻ പറഞ്ഞെങ്കിൽ എന്നുള്ള ചൂടിലേക്ക് നിങ്ങൾ എത്തി, റൈസായി. ഒരുപാട് മരുന്ന്, ഒരുപാട് ഗുളികകൾ കഴിച്ചു, ഒരു രക്ഷയില്ല. നിങ്ങളെ വയറ് വീർത്ത് വന്നിട്ടുണ്ട്. മൂത്രക്കടച്ചൽ കൊണ്ട്, വേദന കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു ചെറിയ ക്യാപ്സ്യൂൾ കാണിച്ചിട്ട് പറയാം, ഈ ഗുളിക കഴിച്ചാൽ നിങ്ങളെ മൂത്രമൊക്കെ അടിപൊളിയായിട്ട് പോകും. തരൂല, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങളെ രാജ്യം ഫുള്ള് എനിക്ക് തരണം. കൊടുക്കുമെന്ന് കൊടുക്കും അല്ലേ? എന്നാ ഞാൻ ചോദിക്കാം, ഈ വെള്ളത്തിന്റെ വില നിങ്ങൾക്ക് ഇപ്പൊ അറിയാത്തത് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലേ? ഇതിപ്പോ പലസ്തീനിലെ മക്കൾക്ക് കൊണ്ടു കൊടുത്തോക്കെ അല്ലേ? എത്ര വെള്ളം വേസ്റ്റ് ആക്കുന്നുണ്ട്.
ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഉഫ്രാനൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന അൽഹംദുലില്ലേ, അത് ഹൃദയത്തിൽ തന്നെയാണോ ചൊല്ലണത്? അങ്ങനെയാണോ ചൊല്ലണത്? ലോകത്ത് ഏത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും തലവേദന എന്നാ തലവേദന സൈക്കിളിന്റെ വേറെ മൂത്രം പോണില്ല, അപ്പൊ എന്താ ചെയ്യാ? പിന്നെ എന്തിനാ നമുക്കൊക്കെ കിബിർ എന്നാണ് ചോദ്യം. എന്തുണ്ട് എന്ന് കരുതിയിട്ടാ കിബിർ?